അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അൽഫായിസീന ബിറുല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സ്വലാഹുദ്ദീൻ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു രചിച്ച ഹിക്കമ് എന്ന പേരുള്ള സ്വലാഹുദ്ദീൻ എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു ബൈത്തിൻ്റെ കിതാബാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. 132 വരികളിലൂടെയായിട്ട് മഹാനുഭാവൻ ഈ കിതാബിലൂടെ പരിചയപ്പെടുത്തുന്നത് ഒരു വിശ്വാസിയായ ഒരു മനുഷ്യൻ്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ്. ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന മറവി, രോഗങ്ങൾ, പരീക്ഷണങ്ങൾ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആ പ്രയാസങ്ങൾക്കെല്ലാം ഒരു പരിഹാരം നൽകുക എന്നതുമാത്രമല്ല, വിശ്വാസിയായ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആഖിറം രക്ഷപ്പെടണം എന്നതാണ്. അതുകൊണ്ട് തന്നെ ആഖിറം രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കൂടി ഈ ബൈത്തിൻ്റെ കിതാബിലൂടെ മഹാനവറുകൾ നമ്മളോട് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് ഈ ബൈത്തിലൂടെ 132 വരികളിലൂടെ മഹാനവറുകൾ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബൈത്തിനെ വേണ്ട രൂപത്തിൽ എടുത്ത് കൃത്യമായ രൂപത്തിൽ ജീവിതത്തിൽ പകർത്തി നമ്മുടെ ജീവിതം നന്നാക്കാൻ, അത് മുഖേന നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യഖൂലു മൻ ബിസ്വലാഹിദ്ദീനി ഖദ് ഉസിമാ അബൂഹു ബിസ്മി ബിനി ദാവൂദിൻ ഫശാ വസമാ. യഖൂലു പറയുന്നു, മൻ ബി സ്വലാഹുദ്ദീനി, സ്വലാഹുദ്ദീൻ എന്ന നാമം കൊണ്ട് ഖദ് ഉസിമ പേര് വയ്ക്കപ്പെട്ടവർ, ആ മഹാനുഭാവൻ പറയുന്നു. അപ്പോൾ ഈ ബൈത്ത് എഴുതിയ മഹാൻ്റെ പേരാണ് സ്വലാഹുദ്ദീൻ എന്നവർ പറയുന്നു. അബൂഹു, ഇദ്ദേഹത്തിൻ്റെ വാപ്പ, ബി ഇസ്മി ഇബ്നി ദാവൂദിൻ ഫശാവസമ, ഫശാവസമ പ്രസിദ്ധമാവുകയും ഉയരുകയും ചെയ്തിരിക്കുന്നു. ബി ഇസ്മി ഇബ്നി ദാവൂദിൻ, ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ മകനാകുന്ന സുലൈമാൻ നബി, ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ പേരുകൊണ്ടാണ് ഈ മഹാൻ്റെ വാപ്പ പ്രസിദ്ധമാവുകയും ഉയരുകയും ചെയ്തത്. അപ്പോൾ മഹാൻ്റെ പേര് സ്വലാഹുദ്ദീൻ എന്നാണ്. ഈ സ്വലാഹുദ്ദീൻ എന്ന മകൻ്റെ വാപ്പയുടെ പേര് സുലൈമാൻ എന്നാണ്. അൽഹംദുലില്ലാഹി ഹംദൻ ലാ നളീറ ലഹു ثم الصلاة على من جالنا نعما محمد خير من أوصى لأمته بالخير والآل مع أصحاب من عصما. അൽഹംദു, ഞാൻ സ്തുതിക്കുന്നു, ലില്ലാഹി അള്ളാഹുവിനെ, ഹംദൻ ഒരു ഹംദ്, അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുകയാണ്, വലിയ ഒരു ഹംദ്. ലാ നളീറ ലഹു, ആ ഹംദിന് തുല്യമായി മറ്റൊന്നില്ല, തുല്യതയില്ലാത്ത തരത്തിലുള്ള ഹംദ്. അള്ളാഹുവെ, നിന്നെ ഞാൻ സ്തുതിക്കുകയാണ്. സുമ്മസ്വലാത്തു, പിന്നെ ഞാൻ സ്വലാത്ത് ചൊല്ലുന്നു, ഗുണം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അലാമൻ, ഒരുത്തരുടെ മേൽ. ആരാണ് ആ ഒരുത്തർ? ജാ ആ, ജാ എന്ന് പറഞ്ഞാൽ ജാ ആ, വന്നിരിക്കുന്നു. നിഅമൻ ലന, നമുക്ക് അനുഗ്രഹമായിട്ട് വന്നിരിക്കുന്നു. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഞാൻ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുന്നു. ആരാണ് ആ മഹാൻ? മുഹമ്മദിൻ, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഖൈരിമൻ ഔസാലി ഉമ്മത്തിഹി, ഖൈരിമൻ ഒരു കൂട്ടം പ്രവാചക പരമ്പരയിൽ നിന്ന് ഖൈറായ, പ്രവാചക പരമ്പരയിൽ നിന്ന് ഖൈറായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഞാൻ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുന്നു. എങ്ങനെയുള്ള പ്രവാചകന്മാരാണ്? ഔസാലി ഉമ്മത്തിഹി, തൻ്റെ ഉമ്മത്തിന്, തൻ്റെ സമുദായത്തിന് വസിയത്തു ചെയ്ത, ബിൽ ഖൈരി നന്മ കൊണ്ട്, സമുദായത്തിന് മുഴുവൻ നന്മ കൊണ്ട് വസിയത്ത് ചെയ്ത പ്രവാചക പരമ്പരയിൽ ഏറ്റവും ഖൈറായ,
ഏറ്റവും ശ്രേഷ്ഠവാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഞാൻ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുന്നു. മാത്രമല്ല വൽ ആലി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബത്തിൻ്റെ മേലിലും മഅ അസ്ഹാബി മൻ ഉസിമ. ഉസിമ എന്ന് പറഞ്ഞാൽ പാപസുരക്ഷിതമാക്കപ്പെട്ടവർ, പാപസുരക്ഷിതരാക്കപ്പെട്ട മഹാന്മാരായ സ്വഹാബാക്കൾ. ആ സ്വഹാബാക്കളോടുകൂടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബത്തിനും ഞാൻ സ്വലാത്ത് ചൊല്ലുന്നു, അവർക്കും ഗുണമുണ്ടാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. യാ ത്വാലിബദ്ദീനി വദ്ദുനിയാ അലൈക ബിമാ ഊസീക തുകുഫൽ ബലാ വൽ ഫഖറ വസ്സഖമാ വതൂഖ സഹവം വനിസ്യാനൻ വതജ്നിമുനാ കഫിദ്ദുനാ വബിയൗമിൽ ഹശ്രി മുഗ്തനിമാ. യാ ത്വാലിബദ്ദീനി വദ്ദുനിയാ, ദീനിനെയും ദുനിയാവിനെയും തേടുന്നവനെ. അപ്പോൾ ഈ കിതാബ് മെയിനായിട്ട് പറയുന്നത് ദുനിയാവും ദീനും രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ്. കേവലം ദീന് മാത്രമല്ല, ദുനിയാവും രക്ഷപ്പെടണം. ഈ രണ്ടിനുമുള്ള മാർഗങ്ങളാണ് മഹാനവറുകൾ ഈ കിതാബിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ യാ ത്വാലിബദ്ദീനി വദ്ദുനിയ, ദീനിനെയും ദുനിയാവിനെയും തേടുന്ന വിദ്യാർത്ഥിയെ, അലൈക്ക, നീ മുഖ്യമായി കാണണം, ബിമാ ഊസീക്ക, നിന്നോട് ഞാൻ വസിയത്ത് ചെയ്യുന്ന കാര്യങ്ങളെ, നിന്നോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളെ നീ ഒന്ന് മുഖ്യമായി കാണണം. അങ്ങനെ നീ ആ വിഷയങ്ങളെ മുഖ്യമായി കണ്ടാൽ തുക്കുഫൽ ബലാ വൽ ഫഖറ വസ്സഖമ, നിനക്ക് തുക്കുഫ കാക്കപ്പെടും. എന്തിനെയാണ് കാക്കപ്പെടുന്നത്? തുക്കുഫൽ ബലാ, വിപത്തുകളെ, പരീക്ഷണങ്ങളെ അല്ലാഹു തആല നിനക്ക് കാക്കപ്പെടും. മാത്രമല്ല തുക്കുഫൽ ബലാ വൽ ഫഖറ, ഫഖർ, ദാരിദ്ര്യത്തെ അല്ലാഹു തആല നിനക്ക് കാത്തു തരും. മാത്രമല്ല വസ്സഖമ, രോഗങ്ങളെയും അല്ലാഹു തആല നിനക്ക് മാറ്റിത്തരും. ഇതെല്ലാം ഉണ്ടാവണമെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ ശരിക്കും ശ്രദ്ധയോടുകൂടെ ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെ മുഖ്യമായി കാണണം. വതൂഖ സഹവൻ വനിസ്യാനൻ വതജ്നിമുനാ കഫിദ്ദുനാ വബിയൗമിൽ ഹശ്രി മുഗ്തനിമാ. വതൂഖ, നിനക്ക് കാക്കപ്പെടും, സഹവൻ വനിസ്യാനൻ. സഹവ് നിസ്യാന് രണ്ടും മറവിയാണ്. സഹവ് എന്ന് പറഞ്ഞാൽ താൽക്കാലിക മറവിയാണ്. നിസ്യാൻ എന്ന് പറഞ്ഞാൽ നല്ല മറവിയാണ്. രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സഹവ് എന്ന് പറഞ്ഞാൽ താൽക്കാലിക മറവി, പെട്ടെന്നൊന്ന് മറന്നുപോയി, അത് പെട്ടെന്ന് ഓർമ്മ വരികയും ചെയ്തു, സഹവ്. നിസ്യാൻ എന്ന് പറഞ്ഞാൽ നല്ല മറവിയാണ്, അതവിടെ മറന്നുപോയി, പിന്നെ ഓർമ്മ വന്നില്ല. നിസ്യാൻ നല്ല മറവിയാണ്. ഈ രണ്ട് മറവിയെയും നിനക്ക് കാക്കപ്പെടും. മാത്രമല്ല വത്തജ്നി മുനാക ഫിദ്ദുനാ വബിയൗമിൽ ഹശ്രി മുഗ്തനിമാ, വത്തജ്നി, നീ പറിച്ചെടുക്കുകയും ചെയ്യും, മുനാക്ക, നീ തേടുന്ന കാര്യങ്ങളെ നീ പറിച്ചെടുക്കും. ഫിദ്ദുനാ വബിയൗമിൽ ഹശ്രി, ദുനിയാവിലും ഖിയാമത്ത് നാളിലും നീ തേടുന്ന കാര്യങ്ങളെ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ വേണ്ടി നീ തേടുന്ന കാര്യങ്ങളെ നീ പറിച്ചെടുക്കും. മുഗ്തനിമൻ, അതെല്ലാം സമ്പാദിച്ചവനായ നിലക്ക്, ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടവനായ നിലക്ക് നിനക്ക് ജീവിക്കാനും സാധിക്കും. അതിന് ഇനി പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ആ ഉപദേശങ്ങളെ നിന്റെ ജീവിതത്തിൽ നീ പകർത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ ആ ബൈത്ത് തുടങ്ങുകയാണ്. ഫബിത്തുഖാ, ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതും കേൾക്കുന്നതുമെല്ലാം വലിയ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.